മോൻ തന്നെയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. റോണിയോ? ആട്ടെ, പെണ്ണേതാ? നല്ല ബിസിനസ് ഫാമിലിയിൽ പെട്ടതാണോ? എന്റെ റെജിമോൻ ഉണ്ടല്ലോ, അവന്റെ ഭാര്യ സോഫിക്ക് കട്ടയ്ക്ക് നിൽക്കുന്നതായിരിക്കണം. എന്താ തനിക്കൊരു പരുങ്ങൽ? പെണ്ണേതാ? എവിടുള്ളതാ? അത് താഴെമുറിയിലെ ചാക്കോയുടെ മകളാണ്. ഏത്? എന്റെ ജൗളിക്കടയിൽ സെയിൽസുകളായി നിൽക്കുന്ന പെണ്ണോ? ഈ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്റെ കാല് ഞാൻ ചവിട്ടി ഓടിക്കും. പൊയ്ക്കോളൂ എന്റെ മുമ്പിൽ നിന്ന്. ഹലോ ഹലോ റെജി, ഇതറിഞ്ഞോ? നമ്മുടെ റോണി നമ്മുടെ ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേളിനെ കെട്ടാൻ പോവുകയാണെന്ന്. വിശ്വസിക്കണ്ട, പുന്നാര അനിയനോട് പോയി ചോദ്യര്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ നിലയ്ക്കും വിലയ്ക്കും അല്ലാത്ത ഒരു പെണ്ണ് ഇവിടെ കയറി വന്നാലുണ്ടല്ലോ, ഞാൻ പിന്നെ ഇവിടെ താമസിക്കുകയില്ല. പിന്നെ അനിയനാ മറ്റേതാ എന്നൊന്നും പറഞ്ഞേക്കരുത്. അടുത്ത ദിവസം. എടാ റെജി, സോഫി, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ദേ, ഈ എഴുത്തൊന്ന് കണ്ടോ? റോണിയുടേതാ. അവൻ ആ ചാക്കോയുടെ മകളെയും കൊണ്ട് ബോംബെക്ക് പോവുകയാണെന്ന്, അവിടെ ജോലി കിട്ടിയിട്ടുണ്ടെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, റോണി ഇനി എൻ്റെ മകനല്ല. എൻ്റെ ഈ കാണുന്ന സ്വത്തിലൊന്നും അവനൊരു അവകാശവുമില്ല. ഈ വീട്ടിലുള്ള ആരും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നന്നായി, അവൻ അത് വേണം. ഈ തക്കം നോക്കി സ്വത്തെല്ലാം നമ്മുടെ പേരിൽ എഴുതി വാങ്ങണം. അയ്യോ, അങ്ങനെ ഇതെന്നാ പറ്റിയേ? കുഞ്ഞേ, സോഫി കുഞ്ഞേ, ദേ ഇങ്ങോട്ടൊന്ന് വന്നേ, അപ്പച്ചൻ ഇവിടെ വീണു. അയ്യോ, അപ്പച്ചൻ എന്ത് പറ്റി? സോഫി വാ, നമുക്കൊന്ന് നോക്കാം. റെജി ചെല്ല്, ഞാനൊരു ഫോൺ ചെയ്തിട്ട് വന്നേക്കാം. സോഫി, നീയും കൂടെ വാ. ആശുപത്രിയിൽ അപ്പച്ചന്റെ കൂടെ നിൽക്കാൻ ആരും ഇല്ലല്ലോ. എനിക്കൊന്നും പറ്റിക്കല്ല എന്റെ റെജി. അതിനാണോ ഇത്രയും കാശും തന്ന എന്റെ അപ്പച്ചൻ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്? ഹോം നേഴ്സിന്റെ പണി ചെയ്യാനോ? 2 ദിവസം കഴിഞ്ഞിട്ട്. അയ്യോ എന്റെ ദൈവമേ, അപ്പച്ചൻ ഡിസ്ചാർജ് ആകുമല്ലോ. വീട്ടിൽ വന്നാൽ സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ ആരും ഇല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തായാലും റോണി ഒന്ന് ഫോൺ ചെയ്യട്ടെ. ഹലോ, എടാ റോണി, നീ അറിഞ്ഞോ? നീ ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ടോ? അയ്യോ, സമാധാനമായി. നന്നായി മോനെ, റോണി അവിടെ ഉണ്ടല്ലോ. ഇന്നല്ലേ അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്യുന്നേ? ഞാൻ ഏതായാലും 2 ആഴ്ച എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവുകയാ. നീ അങ്ങോട്ട് ചെല്ല്. റോണിയും ഭാര്യ ആശുപത്രിയിലുണ്ട്. അവർ അപ്പച്ചനെ കൊണ്ട് ഇങ്ങോട്ട് വരും. റോണിയുടെ ഭാര്യ അപ്പച്ചനെ നോക്കാമെന്ന്. നീ 5-8 മാസം നിന്റെ വീട്ടിൽ തന്നെ നിന്നോ. അയ്യോ, അപ്പോൾ ഈ സ്വത്തല്ല അപ്പച്ചൻ അവർക്ക് എഴുതി കൊടുക്കുന്നോ റെജി? കൊടുക്കുമായിരിക്കാം. കർത്താവേ, ചതിച്ചല്ലോ. നീ നിന്റെ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ സ്വത്ത് കൊണ്ടുവന്നുണ്ടല്ലോ മോളെ. അതുകൊണ്ട് നമുക്ക് സന്തോഷമായി ജീവിക്കാം. സ്ത്രീയല്ലേ ധനം.